Hello everyone, welcome to our vlog once again. ഇന്ന് ഞാനിവിടെ റംദാൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ ഒട്ടുമിക്ക എനിക്ക് തോന്നുന്ന എല്ലാ സ്ഥലത്തും ഈ ഒരു ഡിഷ് ഉണ്ടാക്കാറുണ്ട്, ബട്ടൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഷ്. പക്ഷേ നമ്മളത് പല റെസിപ്പിയിലാണ് പലരും ട്രൈ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും എല്ലാവരും ഈ ബട്ടൂറ കുഴയ്ക്കുന്ന സമയത്ത് അത് പുളിച്ച് പൊന്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ തൈര് ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊക്കെയാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഈ ബട്ടൂറ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ബട്ടൂറ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ ബട്ടൂറയിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അതൊന്നും അല്ല, ഉരുളക്കിഴങ്ങ്, തൈര് ഇതൊന്നും അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഈസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് നമ്മൾ ആദ്യം കലക്കി വെക്കണം ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അത് ഞാൻ ഒരു ടീസ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊരു ടീസ്പൂൺ എടുത്ത് ഇത്രയും മതി, ഈ ഒരു ടീസ്പൂണിൻ്റെ അളവിലുള്ളത് ഇതിലോട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പഞ്ചസാര ഇടണ്ട കേട്ടോ, ഇത് ഈസ്റ്റ് മാത്രം ഇട്ട് കലക്കി വെച്ചാൽ മതി. പഞ്ചസാര നമ്മൾ മാവ് ആക്കുമ്പം അതിലോട്ട് നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുക്കുന്നത്. ഇങ്ങനത്തെ അളവിൽ ഞാൻ 2 കപ്പ് മൈദ എടുക്കുന്നത്. 1 കപ്പ് മൈദ, ഇനി 1 കപ്പും കൂടി വേണം നമുക്ക്. ഇപ്പോൾ 2 കപ്പ് മൈദ നമ്മൾ എടുത്തു. ആദ്യം ഈ മൈദയിലോട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര നമ്മൾ ഈസ്റ്റിൽ ആഡ് ചെയ്യുന്നതിന് പകരം മാവിലേക്കാണ്, പൊടിയിലേക്കാണ് നമ്മൾ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഈ പഞ്ചസാരയുടെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടൂറ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ട ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. മുട്ടയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം വെള്ളം കൂട്ടി മിക്സ് ചെയ്യരുത്. ഇത് നല്ലപോലെ ഈ പൊടിയും മുട്ടയും ഉപ്പും പഞ്ചസാരയും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈസ്റ്റ് ആഡ് ചെയ്ത്, ഈസ്റ്റ് ആക്കാൻ വെച്ചിരിക്കുന്ന, ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഈസ്റ്റ് ആഡ് ചെയ്യുക. അതും നല്ലപോലെ ഇട്ട് മിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാവൂ. അപ്പോൾ നമുക്ക് വെള്ളം കുറവ് മതിയായിരിക്കും. അപ്പോൾ അധികം വെള്ളം വേണ്ടി വരില്ല. ഇത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന പോലെ നല്ല പോലെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് എടുക്കണം. ഇത് നമ്മൾ നല്ലപോലെ മുട്ടയും ഉപ്പും പഞ്ചസാരയും പൊടിയും കൂടി കണ്ടോ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഈ മിക്സ് ചെയ്തതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈസ്റ്റ് ആയി വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഈസ്റ്റിൻ്റെ ഈ കൂട്ട് അതിൻ്റെ തൊട്ടിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കാം. അതുകൊണ്ട് ചപ്പാത്തിയുടെ മാവ് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴക്കണം. എത്ര കുഴയ്ക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ്. അപ്പോൾ നമ്മളിത് നല്ല പോലെ കുഴച്ചെടുക്കാം. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പാകം കറക്റ്റായെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒട്ടാതെ മാവ് നല്ല പോലെ കണ്ടോ നമ്മൾ ഇത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി അഥവാ എങ്ങനെ നിങ്ങൾക്കത് മാവ് ഒട്ടുന്നുണ്ട്, വെള്ളം കൂടിപ്പോയി തോന്നുവാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. എനിക്കിവിടെ ഒരു തരി പൊടി കൂടി ഉണ്ട്, വേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടി, ഒരു പൊടി എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല പോലെ കുഴയ്ക്കും.
കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഭട്ടൂരയുടെ മാവ് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കണ്ടോ, നല്ല നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഉള്ളോട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന രീതിയിലാണ് ഭട്ടൂരയുടെ മാവിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ അതേപോലെ നമ്മൾ നല്ല പോലെ കുഴച്ച് ഉരുട്ടി നമുക്ക് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് നമ്മളിപ്പോൾ ഈ മാവ് ഇത്രയാണെങ്കിൽ ഇതിന് ഡബിൾ ആവും നമ്മളിപ്പോൾ ഇത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നനഞ്ഞ തുണി ഇട്ടിട്ട് വേണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു മാവ് ക്ലോസ് ചെയ്ത് വെക്കാൻ. പിന്നെ മാവ് ഡ്രൈ ആവാതിരിക്കാനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ മാവിൻ്റെ മുകളിൽ നിന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്കിത് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, നമ്മുടെ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മളിത്. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഇത് പൊന്തി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ½ an hour ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല പോലെ ഡബിൾ ആയോ എന്നുള്ളത് നമുക്ക് നോക്കാം. വെച്ച മാവ് നല്ല ഡബിൾ സൈസിലായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ കണ്ടോ, നല്ല സോഫ്റ്റ് മാവാണ്. ഇതുപോലെ ഇരിക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കണം നമ്മുടെ മാവ് പൊങ്ങി വന്നതിന് ശേഷം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുഴയ്ക്കണം. ഇത് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് വേണം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്താൻ. ഒന്നെങ്കിൽ ഈ ഒരു സൈസിൽ ആയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഈ ഒരു ചെറിയ സൈസിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിതെല്ലാം വറുത്തെടുക്കാം. ഇതെല്ലാം എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിടാൻ പാടുള്ളൂ കേട്ടോ, അതിന് മുൻപായിട്ട് ഇടരുത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാവുന്നൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായോന്ന് ഇങ്ങനെ നോക്കിയിട്ട് അറിയില്ലെങ്കിൽ കുറച്ചൊരു ചെറിയ പീസ് ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇടാണ്. നല്ല പോലെ ഇത് നടുക്കിലൊന്നിങ്ങനെ
ഇതുപോലെ നല്ലപോലെ വീർത്ത് വരണം. അപ്പോൾ എണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തീ കുറയ്ക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇതുപോലെ നല്ല എണ്ണ നല്ല ചൂടാണെങ്കിൽ ഇതുപോലെ നല്ല വീർത്ത് വരും നമ്മുടെ ഭട്ടൂര. ഈ ഭട്ടൂര ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു 3 എണ്ണം ഉണ്ടാക്കിയതാണ്. ഇത് എത്രയും സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിങ്ങനെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭട്ടൂരയാണ് നമുക്ക് കിട്ടിയ എല്ലാം നമ്മളങ്ങനെ തുറക്കുമ്പോൾ നമുക്കങ്ങനെ ആ ഒരു വീർത്തിരിക്കുന്നത് കാണാം. നല്ല ഫ്ലഫി ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭട്ടൂരയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഭട്ടൂര എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടില്ലേ? ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം ലൈക്കും ചെയ്യുക. ഇനി വേറൊരു ഡിഷുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.